സാമ്പത്തിക മദ്യപാനമൊക്കെ കുറച്ച് കുറയാനും കാരണമായെന്ന് എനിക്ക് തോന്നുന്നു. ഇവള് അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവള് തന്നെ അങ്ങ് കുടുംബം അങ്ങ് ഏറ്റെടുത്താലോ എന്നുള്ള ഈഗോ. എത്ര വരുമാനം ഉണ്ടെങ്കിലും സ്ത്രീക്ക് എപ്പോഴും ഒരു ചെറിയ വരുമാനത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മക്കളെ പഠിപ്പിക്കാതെ അവരെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അച്ഛൻ മാത്രമല്ല, അമ്മയ്ക്ക് ഒരു വലിയ പങ്കാളിത്തമുണ്ട്. കുടുംബശ്രീയുടെ പദ്ധതികളിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വന്തം മക്കളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് അപാരമായ ഉന്നതമായ സ്ഥാനങ്ങളിലെ സ്വന്തം മക്കൾ കടന്നു ചെന്ന വലിയ സാധ്യതകളുടെ കഥകൾ പല പാവപ്പെട്ട കുടുംബങ്ങളിലും നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സ്ത്രീകളുടെ ശക്തി തെളിയിച്ചുകൊണ്ട്, അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈയിടെ ഉഴവൂർ ഉദ്ഘാടനം ചെയ്ത കുടുംബശ്രീയുടെ കാഫേ. കുടുംബത്തിൽ രണ്ടുപേർ വരുമാനമുള്ള ആളുകളായി മാറ്റിയെടുക്കുന്നതിൽ കുടുംബശ്രീ പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പോലെയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന, സംരംഭങ്ങളുമായിട്ട് പോകുന്ന വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരമുള്ളത് എനിക്ക് ഫോണുകൾ നന്നാക്കും. സ്മാർട്ട് ഫോണുകൾ കുടുംബശ്രീക്ക് അങ്ങനെ ഒരു കട തുടങ്ങുമോ? തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ ഓരോ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ ജോലി അത്ര ഉണ്ടാവുന്നല്ല. അല്ല, ഇത്തരം സംരംഭങ്ങൾ നമുക്കുണ്ട്. സംരംഭങ്ങൾ നമുക്ക് വ്യാപകമായിട്ട് കോട്ടയം ജില്ലയിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ ശാക്തീകരണ മാതൃകാ സംരംഭമാണെന്ന് കുടുംബശ്രീ. കേരളം ലോകത്തിന് കാഴ്ചവെച്ച ഏറ്റവും വലിയ മഹത്തായ സംഭാവന എന്ന് നമുക്ക് പറയാം.